നമസ്കാരം. സതീശനെ അരിഞ്ഞു വീഴ്ത്തി CPM. രാഹുലും സതീശനുമായി ഇനി ആര്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വളരെ പിഴയ്ക്കാത്ത തന്ത്രങ്ങളുടെ സൂത്രധാരൻ ആര് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. അത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രതിപക്ഷ നേതാവ് VD സതീശനെ അരിഞ്ഞു വീഴ്ത്താൻ CPMന്റെ പുതിയ രാഷ്ട്രീയ നീക്കം നടക്കുന്നു. സമുദായ നേതാക്കളെ ഒപ്പം നിർത്തിയുള്ള ചവിട്ടു നാടകത്തിനാണ് CPM ഇത്രയും വലിയൊരു നീക്കം നടത്തുന്നത് എന്നുള്ളത്. ഈ സമുദായ നേതാക്കളെ കൂട്ടുപിടിക്കുന്നത് തന്ത്രമാണോ കുതന്ത്രമാണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. CPMനെയും വിശിഷ്യ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒക്കെ കടന്നാക്രമിച്ചാൽ അയാളെ സ്കെച്ച് ചെയ്ത് പൂട്ടുന്ന ശൈലി കാലങ്ങളായിട്ട് CPM പിന്തുടരുന്നതാണ്. പിണറായിക്കെതിരെ കത്തിക്കയറിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പെണ്ണുകേസിൽ കുടുക്കിയതിന് പിന്നിലും രാഷ്ട്രീയ പകപോക്കൽ വ്യക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ CPMന് ഒരു കാര്യം വ്യക്തമായി: VD സതീശനെ പൂട്ടിയില്ലെങ്കിൽ തുടർഭരണ മോഹം അസ്ഥാനത്താകുന്നത്. ഇതോടെ പാർട്ടിയും പിണറായി വൃന്ദങ്ങളും സതീശനെ പൂട്ടാനുള്ള വഴികൾ തേടി തുടങ്ങി. അപ്പോൾ ഈ ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് NSS SNDP നേതാക്കൾ ഒരുമിച്ച് സതീശനെ ആക്രമിച്ചതിലൂടെ വ്യക്തമാകുന്നത്. ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന് കൊടുത്തവരാണ് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും. ഈ പശ്ചാത്തലത്തിൽ അവർ വീണ്ടും സർക്കാർ അനുകൂല നിലപാടുമായിട്ട് രംഗത്ത് വരുമ്പോൾ കരുതലോടെ നീങ്ങാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു ശ്രമമെന്ന് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പറവൂരിൽ തന്നെ പൂട്ടണമെന്നത് CPM നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ഇതിനായിട്ട് അവിടെ ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുവാനാണ് LDFന്റെ നീക്കം. അത് അവിടെ ഈ CPI മത്സരിക്കുന്ന സീറ്റാണ്. അത് CPM ഏറ്റെടുക്കുന്നത് അടക്കമുള്ള ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. VS സുനിൽകുമാറിനെ വരെ കളത്തിലിറക്കുവാൻ അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം സ്വതന്ത്രനെ നിർത്താനുമുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത് CPMന്. ഒപ്പം തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ ഇടതുപക്ഷത്തിന് എതിരാകുന്നു എന്ന സൂചന അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ രണ്ട് ഹൈന്ദവ സമുദായ സംഘടനകൾ ഇടതുപക്ഷത്തിന് ഓരം ചേർന്ന് നിൽക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നതാണ് NSS SNDP ഒന്നിച്ചു നീങ്ങലിന്റെ പ്രാധാന്യം എന്ന് പറയപ്പെടുന്നത്. UDF അധികാരത്തിലെത്തിയാൽ VD സതീശന്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാകണമെന്ന നീട്ടിയെറിയലും ഈ ഐക്യപ്പെടലിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല അടക്കം മറ്റു നേതാക്കൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പ്രതികരിച്ചത് എന്നത് കോൺഗ്രസിലേക്കുള്ള കൂടി തീ പടർത്തുന്ന കാര്യമാണ്. ഇതിന് പിന്നിലൊക്കെ ഉണ്ടല്ലോ ഈ ആശാമാരുടെ എല്ലാം കളികളുണ്ട്. ആരും മിണ്ടാറില്ലല്ലോ. ഇന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയപ്പോൾ സതീശന്റെ വാക്ക് ശരിയായിരുന്നു എന്ന് പറയുവാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ NSSന്റെ നിലപാടുകൾ എന്തായിരിക്കണം, ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്നുള്ളതിന് അത് അവരോട് ചോദിക്കൂ എന്ന് പറയപ്പെടുന്ന രമേശ് ചെന്നിത്തലയുടെ നിലപാടടക്കം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, സംശയിക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു തീരുമാനത്തിന് പിന്നിലും, അതായത് സതീശനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് പിന്നിലും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുടെ അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കന്മാരുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, സംശയമില്ല. കാരണം അവരുടെ ഈ മുഖ്യമന്ത്രി കുപ്പായം തുന്നി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും സതീശനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. സതീശന്റെ വാക്കും പ്രവൃത്തിയും രണ്ടാണ് എന്നുള്ള വികാരത്തിലാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ സതീശൻ അതിരുവിട്ടു എന്ന വിമർശനമുള്ളവർ കോൺഗ്രസിൽ തന്നെ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറിയതിന്റെ പേരിൽ വെള്ളാപ്പള്ളിയെ തുടർച്ചയായിട്ട് കുറ്റപ്പെടുത്തിയത് നന്നായില്ല എന്നുള്ളതാണ് ഒരു പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. അതുകൊണ്ടുകൂടിയാണ് ഈ വിഷയത്തിൽ സതീശനെ മുതിർന്ന നേതാക്കളാരും പിന്തുണയ്ക്കാൻ തയ്യാറാകാതെ വന്നത് എന്നതാണ് പറഞ്ഞു വയ്ക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. സത്യത്തിൽ അതല്ല, പണി വെച്ചത് ഈ ഇതിനകത്തുള്ളവന്മാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന പറവൂരിനെ UDFിലേക്ക് എത്തിച്ചത് സത്യത്തിൽ സതീശനാണ്. 1996 കന്നി അംഗത്തിന് ഇറങ്ങിയപ്പോൾ തോൽവിയായിരുന്നു ഫലം. പക്ഷെ 2001 തുടർച്ചയായിട്ട് ആ മണ്ഡലം സതീശനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നെ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വാക്കിന് മൂർച്ചയും പോരിന് തെളിച്ചവുമായാണ് ഇത്തവണ സതീശന്റെ നിൽപ്പ്. പറവൂരിൽ CPI ആണ് മത്സരിക്കുന്നത്. അത് ഏറ്റെടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. നടന്നില്ല എങ്കിൽ പൊതു സ്വതന്ത്രനെങ്കിലും നിർത്തണമെന്ന ഒരു ആവശ്യം CPIക്ക് മുമ്പിൽ വയ്ക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ CPM. കാരണം എങ്ങനെയും VD സതീശനെ തളയ്ക്കുക. BDJS രൂപവൽക്കരിക്കപ്പെട്ട ഘട്ടത്തിൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഐക്യമാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചത്. എന്നാൽ വൈകാതെ SNDP NSS ഐക്യം തകരുന്ന കാഴ്ചയാണ് നമ്മൾ അപ്പോൾ അവിടെ കണ്ടത്. ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യമാണ് വെള്ളാപ്പള്ളിയുടെ അടുത്ത പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അത് NSS ഏറ്റുപിടിച്ചില്ല എങ്കിലും SNDPയുമായിട്ടുള്ള ഐക്യപ്പെടൽ സുകുമാരൻ നായർ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചേർത്ത് പിടിച്ചുള്ള ഇരു സമുദായ നേതാക്കളുടെയും നീക്കം ഫലത്തിൽ ഇടതുപക്ഷത്തേക്ക് സമുദായാംഗങ്ങളെ ആകർഷിക്കാനുള്ളത് കൂടിയാണ് എന്നുള്ളതാണ്. അപ്പൊ ഭൂരിപക്ഷവും ഈഴവ നായർ വോട്ടുകളാണ് പറവൂരിലുള്ളത്. ഭരണം കിട്ടുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ശീതസമരം ഊറിക്കൂടുവാനും
ഈ വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൂടെ സമുദായ നേതാക്കൾ സതീശനെതിരെ തിരിഞ്ഞപ്പോൾ സതീശനെ പരസ്യമായി കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും പിന്തുണയ്ക്കാൻ കോൺഗ്രസിലെ നേതാക്കൾ തയ്യാറാകാത്തത് തോൽക്കുന്നെങ്കിൽ സതീശൻ തോൽക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ്. സതീശന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ പിഴവ് പറ്റുന്നു എന്ന രഹസ്യ കുറ്റപ്പെടുത്തലിന് നേതാക്കൾ മുതിരുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും പറവൂരിലെ വിധിയെഴുത്തും സതീശന് മാത്രമല്ല സമുദായ സംഘടനകളുടെ വിപ്പുകൾക്ക് അണികൾ നൽകുന്ന മൂല്യം അത് എത്രയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ കൂടി നിർണായകമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിന് സത്യം പറഞ്ഞാൽ അതൊരു പാഠമാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കെ SNDP യെയും NSSനെയും കൂടുതൽ പിണക്കരുത് എന്നുള്ളതാണ് KPCCക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ ഈ സാഹചര്യത്തിൽ സമുദായ നേതാക്കൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ എല്ലാ കോൺഗ്രസ് നേതാക്കളും കരുതലോടെ മാത്രമേ പരസ്യമായി പ്രകടമാക്കൂ. മുസ്ലിം വിഭാഗത്തിന് പൂർണ്ണമായിട്ടും വിധേയപ്പെടുന്നുവെന്ന ആക്ഷേപം നേരത്തെ തന്നെ കോൺഗ്രസിനും UDFനും എതിരെ ഉണ്ട്. അപ്പോൾ സമാന രീതിയിലുള്ള കോൺഗ്രസിനെതിരായിട്ടുള്ള BJPയുടെ ആക്ഷേപം ഇപ്പോൾ CPM ഏറ്റെടുത്തിരിക്കുന്നു. CPM നേതാവ് AK ബാലന്റെ പ്രസ്താവന നമ്മൾ കേട്ടതാണ്. അതിലൊന്നും അതല്ലേ അങ്ങനെ തന്നെ കാണേണ്ടത്. അതായത് UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മുസ്ലിം സംഘടനകൾക്കായിരിക്കും അമിത സ്വാധീനമെന്ന നരേറ്റീവാണ് BJPയും CPMും ഉയർത്തുന്ന പ്രധാന ആരോപണം. അപ്പോൾ അതിന് പിന്തുണയ്ക്കുന്ന വിധമുള്ള പ്രസ്താവനകളാണ് SNDP NSS നേതൃത്വം നടത്തിയത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് AICCയുടെ നിർദ്ദേശം. അപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ അല്ലെങ്കിൽ ആ ആരോപണത്തിന്റെ മുന UDF നേതൃത്വം കൂർപ്പിച്ചത് മുസ്ലിം പ്രീണനത്തിനാണ് എന്നുള്ള വിലയിരുത്തലാണ് ഇടത് ക്യാമ്പിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞാണ് AK ബാലന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി പിന്തുണച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ BJP കേരളത്തിൽ ഭൂരിപക്ഷ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അമിത മുസ്ലിം പ്രീണനത്തിന്റെ ദൂഷ്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അതൊരു പരിധിവരെ ഈ വിഭാഗങ്ങളുടെ ഏകീകരണത്തിനും മുസ്ലിം വിരുദ്ധ ധ്രുവീകരണത്തിനും കാരണമായി എന്നുള്ളതാണ്. അതേ മാതൃക പിന്തുടർന്ന് അത് പ്രയോജനപ്പെടുത്തി ഭൂരിപക്ഷ ക്രൈസ്തവ വിഭാഗങ്ങളിലേക്ക് കൂടുതൽ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ കഴിയുമോ എന്നാണ് CPM ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായിട്ട് നിരന്തരമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ച CPM ഇപ്പോൾ അവർക്കെതിരെ നിലപാട് സ്വീകരിച്ചതും ഭൂരിപക്ഷ പ്രീണനത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. അതേ സമയത്താണ് പ്രതിപക്ഷ നേതാവ് ഹൈന്ദവ സാമുദായിക നേതാവിനെതിരെ വിമർശനം ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് തിരിച്ചടിയാകുമെന്നത് മത്സരിക്കാൻ നിൽക്കുന്ന UDF നേതാക്കളിൽ പലർക്കുമുണ്ട്. ഇപ്പൊ K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളൊക്കെ പറയുന്ന സതീശന്റെ വെള്ളാപ്പള്ളി വിരുദ്ധ പ്രസംഗത്തോട് മൗനമാണ് പാലിക്കുന്നത്. മിക്ക രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾക്കും KPCC ഭാരവാഹികൾക്കും വെള്ളാപ്പള്ളി വിരുദ്ധ പ്രസ്താവനയെ സംബന്ധിച്ച ആശങ്ക നിലനിൽക്കുന്നു. അതായത് വെള്ളാപ്പള്ളി നടേശന് ഒറ്റതിരിഞ്ഞ നിരന്തരം ആക്രമിക്കുന്ന സമീപനത്തെ ഈഴവ സമുദായം വൈകാരികമായിട്ടാണ് കാണുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന കേരള യാത്രയുടെ സമാപന വേദിയിൽ അന്ന് പ്രതിപക്ഷ നേതാവ് വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള ആക്ഷേപം വീണ്ടും ആവർത്തിച്ചത് അത് ഉപയോഗപ്പെടുത്താനാണ് CPMും BJPയുടെയും ഇപ്പോഴത്തെ നീക്കമെന്ന് പറയപ്പെടുന്നത്. വെള്ളാപ്പള്ളിക്കെതിരായ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ NSS നേതൃത്വം കൂടി രംഗത്ത് വന്നത് കോൺഗ്രസ് UDF ക്യാമ്പുകൾ വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അത് തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തൽ അടക്കം നേതൃത്വത്തിനുണ്ട്. അണികളുടെ കയ്യടി നേടാൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിലൂടെ സാധിച്ചുവെങ്കിലും ഭൂരിപക്ഷ ക്രൈസ്തവ വിഭാഗം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ആശങ്കയുടെ ആധാരമെന്ന് പറയപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുന്ന UDF സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നവർക്കടക്കം ഇപ്പോഴത്തെ സംഭവവികാസങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ട്. UDFന്റെ മുസ്ലിം ആഭിമുഖ്യ നിലപാട് ക്രൈസ്തവ സഭകൾ വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത് എന്നുള്ള. അപ്പോൾ തങ്ങൾ നേരത്തെ പറഞ്ഞ ഈ നിലപാട് ഇപ്പോൾ ശരിയായില്ലേ എന്നാണ് BJP നേതാക്കൾ ക്രൈസ്തവ സഭാ നേതാക്കളോട് ചോദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സമുദായത്തെ അല്ലെങ്കിൽ പല സമുദായങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹിന്ദു സമുദായങ്ങൾക്ക് വലിയ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ LDFന്റെ യാത്ര എന്ന് പറയപ്പെടുന്നത് മൂന്നാമതൊരു സർക്കാർ ഉണ്ടാക്കിയെടുക്കുവാനുള്ള തത്രപ്പാടാണ്. അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിന് സതീശൻ പറയുന്ന കാര്യങ്ങളെ ഏത് തരത്തിലും സതീശനെ അരിഞ്ഞു വീഴ്ത്തി CPM മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? സതീശനെ ഭയക്കുന്നത് കൊണ്ടാണ്. അവിടെ സതീശനെതിരായിട്ട് വെള്ളാപ്പള്ളിയും ഒപ്പം ഒരേ സ്വരത്തിൽ സുകുമാരൻ നായരും പ്രസ്താവനകൾ ഇറക്കുന്നുകൊണ്ടാണ്. സതീശനെ ഭയക്കുന്നതുകൊണ്ടാണ്. സതീശൻ പറയുന്ന യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ ഈ പറയുന്ന സുകുമാരൻ നായർക്കോ വെള്ളാപ്പള്ളി നടേശനോ കഴിയുന്നില്ല എന്നുള്ളതാണ് സതീശന്റെ മേന്മ എന്ന് പറയുന്നത്. പക്ഷെ അത് കാണാൻ ഈ അവരുടെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിലെ നേതാക്കൾക്കോ കഴിയില്ല. കാരണം അവന്മാരെല്ലാം ഈ പറയുന്ന പോലെ സതീശനെ ആരെങ്കിലുമൊക്കെ അരിഞ്ഞു വീഴ്ത്തിയാൽ മറ്റുള്ളവരുടെ സ്ഥാനം ഉറപ്പിക്കുവാം എന്ന് പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ്സുകാരന്മാരാണ് കൂടെയുള്ളത് എന്നുള്ളത് കൊണ്ട് സതീശന് എപ്പോൾ വേണമെങ്കിലും പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പണ്ട് പലപ്പോഴും സതീശൻ ഇതുപോലെ പല പ്രസ്താവനകൾ ഇറക്കിയപ്പോഴും കൂടെ നിൽക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ഓരോരുത്തരെയായി
മറ്റു പാർട്ടികൾ CPM ഇങ്ങനെ അരിഞ്ഞു വീഴ്ത്തുമ്പോൾ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അരിഞ്ഞു വീഴ്ത്തുന്നു, ഇപ്പോൾ ഇതാ സതീശനെ അരിഞ്ഞു വീഴ്ത്തുന്നു, ഇനി അതിനകത്ത് ഇതുപോലെ പ്രകടമായിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം അറിയിക്കുവാൻ കഴിവുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെയും അരിഞ്ഞു വീഴ്ത്തും. അതിന് പക്ഷെ കൂട്ടുനിൽക്കുന്നത് കോൺഗ്രസ്സുകാരാണ് എന്ന് മാത്രം.